എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കാസിബായി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തു നിന്നും കണ്ണൂർക്ക് മടങ്ങുകയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് രാത്രി 10 മണിക്കാണ് എനിക്ക് ട്രെയിന്. അപ്പോൾ ഏകദേശം 7 മണിയായപ്പോൾ തന്നെ ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇച്ചിരി നേരത്തെ എത്തിയതിൻ്റെ പേരിൽ ഞാൻ നേരെ പോയത് പടിഞ്ഞാറക്കോട്ടയാട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാരെ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പോയത് നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്തിലോട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൂക്കൾ തന്നെയാണ് കേട്ടോ. കാരണം എവിടെ ചെന്നാലും ചെടിയും പൂവും കണ്ടാൽ ഞാൻ വിടില്ലല്ലോ. കാരണം വെച്ചാൽ ചെറിയൊരു മരത്തിൽ അവിടെ ഒരുപാടുണ്ട്, പക്ഷേ അതിൻ്റെ ചെറിയൊരു മരത്തിൽ നിറയെ ചെമ്പകപ്പൂ, അതും ഈ രാത്രിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു മണം അവിടെ മുഴുവൻ പരിമളം വിതറുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ എക്സസൈസിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ചാട്ടോ അല്ലാണ്ട് അവിടെ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടാകും വിചാരിച്ചാണ് അവിടെ കയറിയത്, പക്ഷെ അവിടെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി വൈകിട്ട് 7 മണി തൊട്ട് രാത്രി 9:30 വരെയാന്ന് തോന്നുള്ളൂ അവിടുത്തെ പ്രവേശനം. പകലൊന്നും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്, ആൾക്കാർ പോകുന്ന കണ്ടിട്ടാണ് ഞാൻ അവിടെ കയറിയത്. അവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട് കാഴ്ചകളൊന്നുമില്ല. ഒന്ന് ഈവനിങ് വോക്കായിട്ട് നടക്കാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ ചെന്നത് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അരികിലേക്കാണ്. കേരളത്തിൻ്റെ തന്നെ തലസ്ഥാനമായ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിൻ്റെ നഗര മധ്യത്തിലാട്ടോ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രം കൂടിയാണ്. ഇവിടുത്തെ ആരാധന എന്ന് പറയുന്നത് അനന്തനമീതെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണു വിഗ്രഹമാണ് ഇവിടുത്തെ പ്രധാന ആരാധന എന്ന് പറയുന്നത്. അത് തന്നെ ഏകദേശം അതിൻ്റെ കണക്കൊന്നും എനിക്ക് അറിയില്ല. എത്രയോ സ്വർണവും അതിൻ്റെ രത്നങ്ങളും കൂടി പതിപ്പിച്ച ഒരു വിഗ്രഹമാണ് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആരാധന എന്ന് പറയുന്നത്. വാസ്തുശില്പകലയുടെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം, നമ്മുടെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. നിഗൂഢതകളും അതിൻ്റെ രഹസ്യങ്ങളും അളന്നു തീർക്കുവാൻ കഴിയാത്ത സമ്പത്തും ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പല മീഡിയയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, എ നിലവറ, ബി നിലവറ, അങ്ങനെ പല രീതിയിൽ ഒരുപാട് ചർച്ചകളും ഒരുപാട് വിവാദങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചും അവിടുത്തെ എന്താ പറയുക സ്വർണ്ണനിധികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊന്നും നമുക്കൊന്നും അറിയത്തില്ല. പിന്നെ കിഴക്കേക്കോട്ടയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങൾ ഒന്ന് തന്നെയാണ് പഴവങ്ങാടി ശ്രീ ഗണപതി ക്ഷേത്രം. അപ്പോൾ അവിടെയാണെങ്കിൽ ഇപ്പം നടയടച്ച സമയമാണ്, ഇപ്പം ആളും ബഹളമൊന്നുമല്ല, ഒഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പക്ഷേ അവിടുത്തെ ഒരു നേർച്ച എന്ന് പറയുന്നത്, അതായത് അവിടുത്തെ വഴിപാടെന്ന് പറയുന്നത് നാളികേരമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പകലൊക്കെ ആണെങ്കിലും ഒരുപാട് പ്രായമായ അച്ചാച്ചന്മാരും അമ്മച്ചിമാരൊക്കെ അവിടെ ഒരുപാട് നാളികേരം, അതുപോലെ തന്നെ തുളസി മാല, അതുപോലെ തന്നെ മുല്ലപ്പൂവൊക്കെ വിൽക്കുന്ന കാണാറുണ്ട് ഗണപതിക്ക് ഉള്ള വഴിപാടായിട്ട്. അപ്പോൾ അത്തരം കച്ചവടങ്ങളൊക്കെ അവിടെ കാണാറുണ്ട് കേട്ടോ. പിന്നെ നേരെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പണ്ടേ ഉള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ ഹോട്ടലിൽ നല്ല ഒരു ചെറിയ തട്ടുകട പോലെ അവിടുന്ന് ദോശ കഴിച്ചു. വെറും 35 രൂപയ്ക്ക് 3 ദോശയും ഒരു കട്ടൻ ചായയും വയറ് നിറച്ച് കഴിച്ചിട്ട് ഞാൻ മടങ്ങി കേട്ടോ. ഞാൻ 14 വർഷം മുമ്പ് ആയിരുന്നു നമ്മൾ ഏകദേശം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് വന്ന് കഴിക്കാറുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെറിയൊരു ലോക്കൽ ഒരു തട്ടുകട പോലെയായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഹൈ ലെവലായിട്ടുണ്ട്. ഇപ്പം എനിക്കുള്ള ബർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റിസർവേഷൻ ഒന്നല്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അവിടെ നല്ലൊരു ബർത്ത് കിട്ടിയായിരുന്നു. അതിനകത്ത് കയറി സുഖം നിദ്രയായിരുന്നു. രാവിലെ ഏകദേശം ഒരു 8 മണിയായപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലും എത്തി. അപ്പോൾ നേരെ പോയത് റൂമിലേക്കാണ്. പിന്നെ എനിക്ക് മെഡിക്കലും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതും വേഗം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് മെഡിക്കൽ എടുക്കണം. അടുത്ത ആഴ്ച നമ്മുടെ ഷോപ്പ് ആശീർവാദ് ഹോസ്പിറ്റലിലാണ് മെഡിക്കലിലെ കാര്യങ്ങൾ ചെയ്തത്. മൂത്രവും ബ്ലഡും നമ്മുടെ എക്സ്റേ ഒക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ മെഡിക്കലിന് വലിയ വിഷമമൊന്നുമില്ല, വേഗം മെഡിക്കൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ റൂമിൽ നിന്ന് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ വീണ്ടും വരാം. എല്ലാവരുടെയും സ്നേഹം മാത്രം. ടാറ്റാ.